ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പ്രീവിയസ് വീഡിയോ ആയിട്ടുള്ള ട്രിവാൻഡ്രം ടു മൂകാംബിക വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഞങ്ങൾ മൂകാംബികയിൽ നിന്ന് കൊടജാദ്രിയിൽ എത്തിയെന്നുള്ളതാണ്. മൂകാംബിക ദേവീനെ രാവിലെ തൊഴുതതിന് ശേഷം നമ്മൾ നേരെ സാന്നിധ്യ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഈ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ തന്നെയാണ് ഈ ജീപ്പ് സ്റ്റാൻഡ് ഉള്ളത്. 8 പേർക്ക് ഷെയർ ഇട്ട് നമുക്ക് പോകാൻ പറ്റും. ഓരോ ആൾക്ക് 470 രൂപ കൊടുക്കണം. അതിൽ 400 രൂപ ജീപ്പിൻ്റെ റെൻറ്റും പിന്നെ അതുപോലെ 70 രൂപ ചെക്ക് പോസ്റ്റിലും കൊടുക്കാനുള്ളതാണ്. അങ്ങനെ 8 പേര് തികഞ്ഞപ്പോൾ നമ്മൾ ഈ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ നിന്ന്. മൂകാംബികയിൽ നിന്ന് കൊടജാദ്രിയിലോട്ട് എത്താനായിട്ട് ഓൾമോസ്റ്റ് ഒരു 1 അവർ എടുക്കും. അത് ജീപ്പാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അത് മാത്രമല്ല ഒരു 21 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടെ നിന്ന് അവിടം വരെ. ഈ മൂകാംബിക ക്ഷേത്രം ഉള്ളത് ഉടുപ്പി ഡിസ്ട്രിക്റ്റിലാണ്, കർണാടകയിൽ. എന്നാൽ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ശിവമോഗ ഡിസ്ട്രിക്റ്റിലുള്ള കൊടജാദ്രിയിലോട്ടാണ്. മൂകാംബികയിൽ നിന്ന് ഈ കൊടജാദ്രിയിലോട്ട് പോകുന്ന വഴിയെല്ലാം വളരെ ദുർഘടം പിടിച്ചതാണ്. ആക്ച്വലി പ്രോപ്പറായിട്ടുള്ള റോഡൊന്നും ഇല്ല. കുറച്ച് ദൂരം മാത്രമാണ് ഈ ടാറിട്ട റോഡ് കാണാൻ പറ്റുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, 2 സൈഡും നല്ല കൊടും കാടാണ്. അതിൻ്റെ ഇടയിലാണ് അവർ ഈ റോഡ് പണിഞ്ഞിരിക്കുന്നത്. ജീപ്പിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സീറ്റ് എടുത്തുകൊണ്ട് തന്നെ കാഴ്ചകളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഈ ഏരിയയിൽ 2 സൈഡും ഫുള്ളി കാടാണെങ്കിലും കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ കാണാൻ കഴിഞ്ഞത് ചെറിയ വീട്, പിന്നെ പശുവിനെ വളർത്തുന്നുണ്ട് ആൾക്കാർ, അതുപോലെ തന്നെ നല്ല വാഴ കൃഷിയെല്ലാം കാണാൻ കഴിഞ്ഞു. എന്തായാലും ഇവിടെ ചെറിയ രീതിയിൽ കൃഷിയെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡിന് ഇപ്പോൾ വീതി കൂട്ടുന്നുമുണ്ട്. അതുപോലെ ടാർ ഇടുന്നതെല്ലാം കാണാൻ കഴിഞ്ഞു. ഇനി കുറേ ദൂരം പോയി കഴിയുമ്പോഴത്തേക്ക് ഈ റോഡ് മാറിയിട്ട് കുന്നും കല്ലും കട്ടയും നിറഞ്ഞ വഴികളായിരിക്കും. എന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഫുള്ളി ഓഫ് റോഡ് ട്രിപ്പാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ ഇവിടെ എൻട്രി ഉണ്ട്. നമ്മൾ 6 മണിയാകുമ്പോൾ എക്സിറ്റും ചെയ്തിരിക്കണം. 6 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ മണിക്കൂർ ലേറ്റ് ആവുന്നതിന് 100 റുപ്പീസ് വെച്ച് കൊടുക്കണം. പിന്നെ ക്യാമറയ്ക്കെല്ലാം എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അതുപോലെ ഇത് മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പെടുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഓരോ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് ബോട്ടിന് 50 റുപ്പീസ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന ടൈമിൽ അത് അവർ തിരിച്ചു തരും, നമ്മൾ ആ ബോട്ടിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഭാഗ്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും വൈൽഡ് ആനിമൽസിന് നമുക്ക് കാണാൻ പറ്റും വഴി വെച്ച്. പക്ഷേ അതിനെ ഉപദ്രവിക്കാനൊന്നും പാടില്ല, ഫീഡ് ചെയ്യാനും പാടില്ല. ആ ചെക്ക് പോസ്റ്റ് തൊട്ട് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു മലയുടെ മണ്ടയിൽ എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള യാത്ര കുറച്ചും കൂടെ കടുക്കും. എസ്പെഷ്യലി ബാക്കിലിരിക്കുന്നവരെയാണ് കുറേ കൂടെ അത് എഫക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കയറി ഇറങ്ങിയും ഒക്കെ പോകുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പിന്നെ ഓപ്പോസിറ്റ് ഇതുപോലെ ഒരു ജീപ്പ് എല്ലാം വരെയാണെങ്കിൽ കുറച്ചൊന്ന് ഒതുങ്ങി കൊടുക്കണം. ചില ഏരിയയിൽ ഒരു ജീപ്പിന് മാത്രം പോകാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. ചിലയിടത്ത് അഡ്ജസ്റ്റ് ചെയ്ത് 2 ജീപ്പിന് പോകാനുള്ള സ്ഥലമുണ്ട്. നല്ല ചെളി നിറഞ്ഞത് സ്ലിപ്പറി ആയിരിക്കും മഴക്കാലത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് വരുന്ന അത്ര സേഫ് അല്ല ഈ ഒരു ഏരിയയിൽ. നമുക്ക് പറയാൻ പറ്റത്തില്ല സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഈ പാതയെല്ലാം ഈ മല ഇടിച്ചുണ്ടാക്കിയതാണ്. നമ്മളിപ്പോൾ ഓരോ ലെവൽ ബൈ ലെവലായിട്ട് ഓരോ മലകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹൈറ്റ്സിലോട്ടാണ് ആക്ച്വലി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കയറി ഓരോരോ ഹിൽ ടോപ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശിവമോഗ ഡിസ്ട്രിക്റ്റിലെ ഹയസ്റ്റ് പീക്കാണ് ഈ കൊടജാദ്രി. കർണാടകയിൽ തന്നെ 13th ഹയസ്റ്റ് പീക്കാണ്. ഹൈറ്റ് ഓൾമോസ്റ്റ് ഒരു 1300 അബോവ് സീ ലെവൽ, അത്രയും ഉയരമുണ്ട് ഇതിന്. ഈ കൊടജാദ്രിയിൽ ഒരുപാട് കൊടജ പൂക്കൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ അദ്രി എന്ന് പറഞ്ഞാൽ കുന്നെന്നാണ് മീനിങ്. അപ്പോൾ കൊടജാദ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടജ പൂക്കളുള്ള കുന്നെന്നുള്ള ഒരു മീനിങ് ആണ്. അങ്ങനെ ഫൈനലി നമ്മൾ കൊടജാദ്രിയിലെ ബേസിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കൊടജാദ്രി ടെമ്പിൾ ഇരിക്കുന്നത്. എന്ന് പറയുമ്പോൾ മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനം. 1200 വർഷം മുന്നേ ആദി ശങ്കരാചാര്യർ വന്ന് ഇവിടെയാണ് ദേവിയെ പ്രതിഷ്ഠിച്ചത്. അസുരന്മാരിൽ ഒരാളായ മൂകാസുരനെ വധിക്കാനായിട്ട് മൂകാംബിക ദേവി ഒരു ത്രിശൂലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നതാണ് ഐതിഹ്യം. പ്യുവർ അയണിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇരുമ്പിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ പോർഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അടിപൊളി മൗണ്ടൻസും ഈ കുളവും പിന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു വൈബും എല്ലാം കൂടെ ആയിട്ട് ഒരു എനർജി ഞാൻ എടുത്തിട്ട് ഈ ഒരു കയറ്റം അങ്ങ് കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞങ്ങളവിടെ എത്തിയതൊരു ഉച്ച സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്കാർഫും ഈ ഹാറ്റും ഒക്കെ വെച്ചാണ് നടന്നത്.
ആക്ച്വലി ഇത് കാണുമ്പോൾ നേച്ചറിലോട്ട് ഇറങ്ങി ചെല്ലുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്കുള്ളത്. കാര്യം ഈ കാറ്റിൻ്റെ ഈ ചെടികളുടെ അനക്കം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ. ഈ വഴിയെല്ലാം നല്ല നാരോ ആണ്. ഇതിൽ നമുക്ക് കയറ്റമുണ്ട്. ഈ കയറ്റം കയറി വേണം മുകളിലോട്ട് പോകാൻ. ട്രെക്കിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കെല്ലാം ഇതൊരു നല്ലൊരു സ്പോട്ടാണ്. പിന്നീട് കണ്ടത് ഇതുപോലത്തെ വഴിയായിരുന്നു. കുറേ കല്ലെല്ലാം കിടക്കുന്ന വലിയ വലിയ കല്ലെല്ലാം കിടക്കുന്ന ഒരു വഴിയായിരുന്നു. ഇതെല്ലാം ഷോള ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് പെടുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ശങ്കരാചാര്യരുടെ സർവജ്ഞ പീഠത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതാ ആ കാണുന്ന ഇടുങ്ങിയ വഴി കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് ട്രെക്ക് ചെയ്ത് കയറിയത്. ഇതാ ഇവിടെ നിന്നുള്ളൊരു 360 ഡിഗ്രി വ്യൂ നോക്കിയേ. നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അത് മാത്രമല്ല ചുറ്റുമുള്ള മലകളും പിന്നെ ചെറിയൊരു കോടയും ഒക്കെ നല്ല ഒരു മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു ഫീലിംഗ് ആണുള്ളത്. സർവജ്ഞ പീഠത്തിൻ്റെ വേറൊരു പേരാണ് ശങ്കരപീഠം. മൂകാംബിക ദേവിയെ പ്രീതിപ്പെടുത്താനായി ശങ്കരാചാര്യർ ഇവിടെ വന്ന് തപസ്സിരുന്നു എന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. ഈ സർവജ്ഞ പീഠം ഉണ്ടാക്കിയിരിക്കുന്നത് കരിങ്കല്ലിലാണ്. അകത്ത് നമുക്ക് ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠ കാണാൻ കഴിയും. നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്നതിൻ്റെ ക്ഷീണമെല്ലാം അവിടെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മാറും. ഒരു തണുപ്പും ഉണ്ടായിരുന്നു അവിടെ. ഈ കൽമണ്ഡപത്തിൻ്റെ പുറകിലായിട്ടാണ് ചിത്രമൂല ഗുഹയും പിന്നെ ഗണപതി ഗുഹയെല്ലാം ഉള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കുള്ള എൻട്രി പ്രൊഹിബിറ്റഡ് ആണ്. കാര്യം ഗേറ്റ് ഇട്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ വരെ സർവജ്ഞ പീഠം വരെ വരാൻ പറ്റത്തുള്ളൂ. ജീപ്പ് ഡ്രൈവർ നമ്മളോട് പറഞ്ഞേക്കുന്നത് 1 hour ആണ് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് തന്നേക്കുന്ന ടൈം, പോയി തിരിച്ചു വരാനുള്ള ടൈം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കുടജാദ്രിയുടെ ബേസിൽ നിന്ന് നമ്മൾ ഈ ടോപ്പിലെത്താനായിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട്. 1 വേ നടക്കാനായിട്ട് തന്നെ 40 മിനിറ്റ് എടുക്കും ഓൾമോസ്റ്റ്. പിന്നെ തിരിച്ചും അതുപോലെ തന്നെ ഒരു 1.5 മണിക്കൂറോളം എടുക്കും. ഇറങ്ങുമ്പോൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഷൂസ് ഇടേണ്ടതായിട്ടുണ്ട്, കയറുമ്പോഴും ഇറങ്ങുമ്പോഴും. പിന്നെ രണ്ടാമത്തത് ഈ വലിയ വലിയ കല്ലുകളിൽ കാല് പതിപ്പിക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ ഈ വലിയ വലിയ കല്ലുകളിൽ ചവിട്ടണം. ചെറിയ കല്ല് ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഗ്രിപ്പും കിട്ടത്തില്ല. നമുക്ക് ഫിസിക്കലി പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ മല കയറാനായിട്ടുള്ള റിസ്ക് എടുക്കാൻ പാടുള്ളൂ. ഷുഗറോ പ്രഷറോ അല്ലെങ്കിൽ മുട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരോ ഒന്നും കയറാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ താഴെ എത്തിയിരിക്കുകയാണ്. എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമുക്ക് തിരികെ പോകാനുള്ള സമയമായിട്ടുണ്ട്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കാഴ്ചകളും നല്ല മനസ്സിനൊരു സന്തോഷവും ഒരു സമാധാനവും എല്ലാം തരുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നിങ്ങൾ നെക്സ്റ്റ് ടൈം മൂകാംബിക അമ്പലത്തിൽ തൊഴാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊടജാദ്രി എന്ന് പറഞ്ഞ സ്ഥലവും മിസ് ചെയ്യരുത്. അത്രയ്ക്കേറെ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എന്ന് പറയുന്നത്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കും ട്രെക്കിംഗ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കൊടജാദ്രി എന്ന് പറയുന്നത്. പിന്നെ ഈ ജീപ്പിലൂടെ ഉള്ളൊരു യാത്ര, അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്.
ഇനി എഗെയിൻ ബാക്ക് ടു മൂകാംബിക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.